ഹലോ ഹായ് നമസ്കാരം. അപ്പം നമ്മൾ ടൈറ്റാനിക് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടതിന് ശേഷം ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിൽ മുങ്ങിയിരിക്കുന്ന ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് സൗത്ത് ആംപ്ടണിൽ നിന്നും ഏപ്രിൽ 10 1912 തിരിച്ച കപ്പൽ ഏപ്രിൽ 15 ന്യൂയോർക്ക് സിറ്റി എത്തുന്നതിന് മുന്നേ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ വെച്ചിട്ട് വലിയൊരു മഞ്ഞുമലയിൽ ഇടിച്ചിട്ട് മുങ്ങുകയാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം, കരുതി കാണാൻ പലരും എന്തുകൊണ്ട് ഈ ക്യാപ്റ്റൻ അതിന്റെ മഞ്ഞുമലകളുടെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലായിരുന്നോ, അല്ല ഇന്നത്തെ കാലത്ത് പിന്നീട് എന്താ അറ്റ്ലാന്റിക് ഓഷ്യനിലും മറ്റു സമുദ്രങ്ങളിലും ഒന്നും മഞ്ഞുമലകൾ ഒഴുകി വന്നിട്ടില്ലേ, ഇത്ര അപകടങ്ങളെ പറ്റി പിന്നെ പലരും കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഞങ്ങൾ മറൈനേഴ്സിന് ഞങ്ങൾക്കുള്ള വെതർ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ഇന്ന് നമ്മൾ വീട്ടിൽ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ മഴയുണ്ടോ, നാളെ വെയിലായിരിക്കുമോ, അല്ല ഇന്ന് എത്രത്തോളം ശക്തിയായിട്ട് മഴ പെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വെതർ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈലിൽ വരെ നോക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. അപ്പം ഈ വെതർ വെച്ചിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം എന്താണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി, ഞങ്ങളിപ്പം മെയിൻ ആയിട്ട് ഇപ്പോൾ ഓഷ്യൻ ക്രോസ് ചെയ്യാണ്. ഇപ്പം അറ്റ്ലാന്റിക് അല്ലെങ്കിൽ പാസിഫിക് പോലുള്ള ഏതെങ്കിലും ഒരു ഓഷ്യൻ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ലോങ് 20 to 30 ഡേയ്സിന്റെ ഒരു ട്രാൻസിറ്റ് ആണ് ഞങ്ങൾക്ക് വരുന്നതെങ്കിൽ ആ ഒരു ദിവസം ഞങ്ങൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന വെതറിനെ പറ്റി ആദ്യമേ പഠിച്ചിരിക്കണം. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ഒരു വെതർ നോക്കിയിട്ട് വേണം നമ്മൾ ഷിപ്പിന്റെ റൂട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് സൈക്ലോൺസും ടൈഫോൺസും ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം, അവിടെ സൈക്ലോൺ വന്നു, ഇവിടെ സൈക്ലോൺ വന്നു, ഇവിടെ സൈക്ലോൺ വന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായി നല്ല കാര്യങ്ങൾ. പക്ഷെ അതിലൊന്നും ഷിപ്പുകൾ പെടാതെ ഇന്ന് അതിൽ നിന്നും വഴി മാറ്റി ഞങ്ങൾ കപ്പലിനെ കൊണ്ടുപോകാനുള്ള ഒരു കാരണം ഞങ്ങൾക്ക് ഇന്നുള്ള അഡ്വാൻസ്ഡ് വെതർ ഇൻഫർമേഷൻസ് ആണ്. പണ്ടും ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഡെയിലി 6 മണിക്കൂറിലും 4 മണിക്കൂറിലും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതും നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളുടെ ഷിപ്പിന്റെ റൂട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് 6 അവേഴ്സിലും അതിന് 12 അവേഴ്സിലും അതുപോലെ അങ്ങനെ ഒരു 5 to 10 ഡേയ്സ് വരെ നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന വെതർ എന്താണെന്ന് അത് നമുക്ക് കാണിച്ചു തരും. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ ഷിപ്പിലും ഒരേ സിസ്റ്റം ആയിരിക്കണമെന്നില്ല, പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് വെതർ റൂട്ടിംഗ് എന്നാണ് ഇതിന് പറയുക. അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വരെയുള്ള ഞങ്ങളുടെ വെതറിന്റെ ഇൻഫർമേഷൻ തരുന്ന ഒരു സിസ്റ്റമാണ് വെതർ റൂട്ടിംഗ്. അപ്പോൾ ഞങ്ങളുടെ കപ്പലിൽ യൂസ് ചെയ്യുന്നത് ക്യാപ്റ്റൻ ഡോസ്ക എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പാണ്. ആ ഒരു ആപ്പിലേക്ക് എല്ലാ 6 അവേഴ്സിലും 4 അവേഴ്സിലും ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെതർ ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഈ വെതർ ഇൻഫർമേഷൻസ് എല്ലാം ഇവർക്ക് കൊടുക്കുന്ന ആരാണ്? എപ്പോഴും നമ്മൾ മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ്സ് ഇങ്ങനത്തെ എന്തെങ്കിലും സൈക്ലോൺസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ, ഐസിന്റെ മലകളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ, അതുകൂടാതെ നമ്മൾ മറ്റ് സിസ്റ്റം നമ്മുടെ നാട്ടിലുള്ള മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്തിട്ട് നമുക്കൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് തന്നുകൊണ്ടിരിക്കും. അത് വെച്ച് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ റൂട്ട് പോവുകയാണെങ്കിൽ ഡെയിലി എവറി 6 to 12 അവേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്യും. ഇനിയിപ്പോൾ വല്ല സൈക്ലോണും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പോകുന്ന വീഡിയോയിൽ കാണാം, അതിന്റെ റൂട്ട് എങ്ങനെയായിരിക്കും, അത് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പക്ഷേ എപ്പോഴും 100% ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും അതിന്റെ ആ ഒരു അവർ തരുന്നൊരു നിഗമനം വെച്ചിട്ട് നമുക്ക്, അതായത് മറൈനേഴ്സ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് പോകാൻ സാധ്യതയുള്ള റൂട്ട് നോക്കി അതിൽ നിന്ന് നമ്മുടെ ഷിപ്പിനെ മാക്സിമം സേഫ് ആയിട്ട് പോയിന്റ് എ ടു പോയിന്റ് ബി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ നമുക്ക് എന്താണ് സിസ്റ്റം എന്ന് ഫർദർ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുന്ന വെതർ ആപ്പ്. അത് ക്യാപ്റ്റൻ ഡോസ്ക എന്നാണ് ഈ ഒരു വെതർ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് പാസിഫിക് ഓഷ്യൻ. അപ്പോൾ പാസിഫിക് ഓഷ്യൻ്റെ മുകളിൽ ഒരു തീ പിടിച്ച പോലത്തെ ഒരു റെഡ് കളറിലും യെല്ലോ ഗ്രീനിഷ് ആയിട്ട് സംഭവം കാണാം. അതൊരു സൈക്ലോൺ ആണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഷിപ്പ് വന്ന വഴി, അതായത് ഒരു ആഫ്രിക്കൻ കോണ്ടിനെൻറ്റും അമേരിക്കൻ കോണ്ടിനെൻറ്റും കാണാം. അതിനിടയ്ക്ക് നമുക്കിവിടെ ഒരു പനാമ കനാൽ, ഈ ഒരു കാണുന്ന ഭാഗമാണ് പനാമ കനാൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പനാമ കനാലിലൂടെയാണ് ഞങ്ങൾ അറ്റ്ലാന്റിക് ഓഷ്യനിൽ നിന്നും ഈ പാസിഫിക് ഓഷ്യനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം പാസിഫിക് ഓഷ്യനിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഇനി ജപ്പാനിലേക്കാണ്. അപ്പോൾ ജപ്പാനിലേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള വഴിയാണ് ഈ ഒരു പാസിഫിക് ഓഷ്യനിലൂടെ ഇങ്ങനെ ഞങ്ങൾ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അതൊരിക്കലും ഒരു നേരായ ഒരു രേഖയല്ല. നോക്കുകയാണെങ്കിൽ കാണാം നമ്മൾ ഒരുപാട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് സ്ട്രെയിറ്റ് ഞങ്ങൾ ഒരുപാട് മുകളിലോട്ട് പോയിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി വരുവാണ് ചെയ്യുന്നത് ജപ്പാനിലേക്ക്. അതെന്തുകൊണ്ടാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് മാറിപ്പോകും. അപ്പോൾ ഇതാണ് ജപ്പാൻ കോണ്ടിനെൻറ്റ്. അപ്പം നമ്മൾ ജപ്പാനിൽ നമുക്ക് പോകാനുള്ള പോർട്ട് വരെയുള്ള റൂട്ട് നമുക്ക് പോകാനുള്ള ഈ ഒരു വെതർ ആപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി ഈ വെതർ ആപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ ഷിപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പാസിഫിക് ഓഷ്യനിലേക്ക് ഞങ്ങൾ ബൽബോവ കഴിഞ്ഞ്, അതായത് പനാമ കഴിഞ്ഞ് പാസിഫിക് ഓഷ്യനിലേക്ക് നമ്മൾ കയറി കുറച്ച് മുകളിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ആപ്പിൽ എൻ്റെ ഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വെച്ചിട്ട് ഡെയിലി എനിക്ക് വരുന്ന വെതർ അപ്ഡേറ്റ്സ് മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഷിപ്പിൻ്റെ പൊസിഷൻ അനുസരിച്ച്, എൻ്റെ ഷിപ്പ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് എനിക്ക് മുന്നോട്ടുള്ള 10 ദിവസം എൻ്റെ വെതർ എന്തായിരിക്കും എന്നുള്ളത് എനിക്കിതിൽ കാണാൻ പറ്റും.
അപ്പോൾ 10 ദിവസത്തെ വെതർ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പം സൈക്ലോൺ വന്ന് തൊട്ട് മുമ്പിലെത്തിയിട്ട് നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പാസിഫിക് ഓഷനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിൻ്റെ റൂട്ടിനെ പറ്റിയും മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിൻ്റെയും ലോ പ്രഷേഴ്സിൻ്റെയും എല്ലാത്തിൻ്റെയും റൂട്ടിനെ പറ്റിയും ക്യാപ്റ്റന്മാർക്കും നാവികർക്കും എല്ലാവർക്കും പൂർണ്ണമായ ബോധ്യം വേണം. അതിനനുസരിച്ചാണ് ഞങ്ങൾ അവോയ്ഡിങ് ആക്ഷൻ എടുക്കുക. ഇപ്പം ഞാനിങ്ങനെ ഡേറ്റ് മുന്നോട്ട് മാറ്റുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു സൈക്ലോൺ താഴെ നിന്നും കയറി മുകളിലോട്ട് വരുന്നത് നമുക്ക് കാണും. ഞാനിപ്പോൾ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പൊസിഷനിൽ നിന്നും നെക്സ്റ്റ് ഡേയ്സിലേക്ക് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണ്. അപ്പം ആ ഒരു സൈക്ലോൺ താഴെ നിന്നും പൂർണ്ണമായൊരു ശക്തി കൂടി മുകളിലോട്ട് എൻ്റെ റൂട്ടിലൂടെ തന്നെ മുകളിലോട്ട് കയറി വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഇതിൻ്റെ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ഫ്രീക്വൻസി കുറയ്ക്കും. അതായത് 4 മണിക്കൂറിലും 2 മണിക്കൂറിലും 5 മണിക്കൂറിലും ഒക്കെ നമ്മളിത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നോക്കിയാൽ അറിയാം, ഇത് ഫർദറായിട്ട് എൻ്റെ ഷിപ്പ് ആ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്ക് ഇത് ഡിസിപ്പേറ്റ് ആയിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഇതുപോലെ ഓരോരോ സൈക്ലോൺസിനെയും എല്ലാ നാച്ചുറൽ ഹസാർഡ്സിനെയും മോണിറ്റർ ചെയ്ത് ഞങ്ങൾ ഷിപ്പിൻ്റെ കോഴ്സ് ഡീവിയേറ്റ് ചെയ്തിട്ട് പോവാറാണ് പതിവ്.